ലാൽ സലാം. പാരിടത്തിലാകവേ പാറിടുന്നു ചെങ്കൊടി, ചോരയാൽ നിറം പകർന്ന വിയർപ്പതിൻ്റെ ഗന്ധമുള്ള മർദ്ദിതൻ്റെ പൊൻകൊടി, താഴ്ത്തുകില്ല താഴ്ത്തുകില്ല ജീവനുള്ള നാൾ വരെ. പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന എപ്പിസോഡിൻ്റെ 11ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിപ്ലവഗാനം പാടിയതല്ല, ഇതൊരു മുദ്രാവാക്യമാണ്. 48 വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് AKG മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് മാർച്ച് 1977 മാർച്ച് 23-ാം തീയതിയാണെന്ന് ആണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ മംഗലാപുരത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടൊരു യാത്ര പോയി. നിങ്ങൾക്ക് എന്നെ ശ്രമിക്കുന്ന ആളുകൾക്ക് പലർക്കും AKG എന്ന് പറയുന്ന എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാമായിരിക്കുമെങ്കിലും അത് കഴിഞ്ഞുള്ള തലമുറകൾക്ക് കേട്ടുകേൾവി ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു ഉജ്ജ്വല നക്ഷത്രം ആയിട്ട് പ്രശോഭിച്ച വിപ്ലവകാരിയായിരുന്നു AKG. 1936 തോന്നുന്നു അദ്ദേഹം മലബാറിൽ നിന്നും മദ്രാസിലേക്ക് ഒരു പട്ടിണി ജാഥ നയിച്ചു. മലബാർ പ്രദേശത്ത് ഭയങ്കരമായ ഭക്ഷ്യക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് മദ്രാസിലെ ഗവർണർ ജനറലിൻ്റെ ശ്രദ്ധ അതിലേക്ക് പതിപ്പിക്കുവാനും ജനങ്ങൾക്ക് വേണ്ട അത്ര ആഹാരം ലഭിക്കാനും വേണ്ടി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം ജോലി രാജിവെച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നത്. അദ്ദേഹം നടത്തിയ പട്ടിണി ജാഥ 600 മൈൽ, കണ്ണൂർ മുതൽ മദ്രാസ് വരെയുള്ള 600 മൈൽ അല്ലെങ്കിൽ 850 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം നയിച്ചു. അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആധികാരത്തുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും പിന്നോക്കക്കാർക്കും അധസ്ഥിതർക്കും വലിയ പ്രതീക്ഷ, അതുപോലെ തൊഴിലാളികൾക്കും കർഷകർക്കും ഒക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ആ കാലത്ത് നിന്ന് 48 വർഷം മുന്നോട്ട് പോയിരിക്കുന്നു. 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പാർട്ടിയെ കാറൽ മാർക്സോ എംഗൽസോ സങ്കല്പിക്കാത്ത തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് നിൽക്കുകയാണ്. ലോകത്ത് ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തകർച്ചയുണ്ടായി. റഷ്യയിൽ പെരിസ്ട്രോയ്ക്കായും ഒക്കെ വന്നു. വളരെ പ്രോവിൻസുകളും പിരിഞ്ഞുപോയി, പല രാജ്യങ്ങളായി. വലിയ സംഘർഷമായ ഇതിൻ്റെ തലത്തിലെത്തി നിൽക്കുകയാണ് ആ രാജ്യം. ചൈന കമ്മ്യൂണിസത്തിൻ്റെ പാതയിൽ നിന്നും മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക്, അതായത് ഉൽപാദനവും സംരംഭകത്വവും വലിയ ഒരു ഇതിലേക്ക് ചൈന മാറി. ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാൾ, ത്രിപുര, ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പാർട്ടിക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെട്ടു. പാർട്ടി ഒരു പുതിയ ശൈലിയിലേക്ക് കേരളത്തിൽ നീങ്ങി. അങ്ങനെ വലിയ ഒരു മാന്ത്രികൻ്റെ രൂപത്തിൽ നമുക്കിന്നൊരു മുഖ്യമന്ത്രിയുണ്ട്. എല്ലാത്തിനെയും തൻ്റെ വരുതിക്ക് വരുത്തി, തൻ്റെ ഇച്ഛയ്ക്ക് വരുത്തി പാർട്ടിയെ ഒരു പുതിയ തലത്തിൽ എത്തിച്ച് അദ്ദേഹം ഇന്ന് കേരളത്തിൽ മുടിചൂടാമന്നനായിട്ട് വിരാജിക്കുകയാണ്. തെറ്റാണെന്ന് നമുക്ക് പറയാനൊക്കെയില്ല. പാർട്ടിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഏത് മാർഗത്തിലൂടെയും പാർട്ടിയെ വളർത്തുക, വിപ്ലവം നടത്തുക, മാറ്റങ്ങൾ ഉണ്ടാകുക, അതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിന് ഏത് മാർഗമെന്നില്ല, എന്ത് പ്രവർത്തിയെന്നില്ല, ഏത് പ്രവർത്തിയും ചെയ്യാം. അതുകൊണ്ട് ആ പാർട്ടിയുടെ പേരിൽ അദ്ദേഹത്തെ തന്നെ ആരോപിതനായിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ അതൊക്കെ രാഷ്ട്രീയമായിട്ട് ശരിയെന്ന് അവർ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അവർ തന്നെ വാദിക്കുന്നുണ്ട്. ആ വാദം ശരിവെക്കുന്ന തലത്തിൽ നമ്മുടെ പല നീതി പീഠങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 15 വർഷത്തോളം പാർട്ടി സെക്രട്ടറിയായും ഏതാണ്ട് 10-15 വർഷത്തോളം മന്ത്രിയായും അദ്ദേഹം കേരളത്തിൽ പാർട്ടിയെ ഒരു പുതിയ തലത്തിലെത്തിച്ചു. പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് ബക്കറ്റ് വിരിയും നടത്തി ദരിദ്രമായി കിടന്ന ഒരു പാർട്ടിയെ സമ്പൽ സമൃദ്ധിയുടെ ഉച്ചിയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, കൈക്കൊണ്ട തീരുമാനങ്ങൾ, അതൊക്കെ സ്വയം വളരുക, പാർട്ടിയെ വളർത്തുക, പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുക, പാർട്ടിയെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തെ തന്നെ കയ്യിലൊതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. അത് ഏറെ വിജയിക്കുകയും ചെയ്തു. വളരെ പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അദ്ദേഹം അവരുടെ സ്ഥാനത്തു നിന്ന് ചലിപ്പിച്ച് അവരെ ഒന്നുമല്ലാതാക്കി. പക്ഷെ അത് അവർക്ക് ആർക്കും അതിന് പരാതിയുള്ളതായിട്ട് അവർ പറയുന്നില്ല, നമ്മൾ കേൾക്കുന്നുമില്ല. അപ്പോൾ പാർട്ടിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്ത്രം തന്നെയാണ്, ശ്രീമാൻ പിണറായി വിജയൻ്റെ തന്ത്രം തന്നെയാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോന്നും അഴിമതിയിലേക്കാണ് കടന്നിട്ടുള്ളത്. അഴിമതി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഒരു കൈക്കൂലി അല്ലെങ്കിൽ ഒരു കോഴ എന്നുള്ള തലത്തിലാണ്. അതിനെ വളരെ ശാസ്ത്രീയമായിട്ടും ഭരണഘടനയുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലും നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിലെ വലിയ ഒരു മാറ്റമാണ്. ഈ മാറ്റത്തെ ജനങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി ഒരു സമാന്തര സാമ്പത്തിക സംവിധാനമായി മാറി. ആ സാമ്പത്തിക സംവിധാനത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ പാർട്ടിയിലെ അംഗങ്ങൾ അവരുടെ ജീവിത സാധ്യതകളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തി പാർട്ടിയിൽ നിന്ന് അവർക്ക് പുറത്തു പോകാനാവില്ല. കാരണം അവരുടെ ജീവിതം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ ജീവിതം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പാർട്ടി കൊടുക്കുന്ന സുരക്ഷിതത്വവും സാമ്പത്തിക സംരക്ഷണവും. അവർക്ക് എന്ത് തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തു കഴിഞ്ഞാലും അതിനെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കാനല്ലാണ്ട് അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ വിമർശിക്കാനോ യാതൊരു
അവകാശവും ഇല്ലാത്ത വിധത്തിൽ പാർട്ടി കേരളത്തിൽ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ 48 വർഷക്കാലം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വലിയ ഒരു മാറ്റത്തിന് വിധേയമായി നമുക്ക് വിചാരിക്കാം. മുതലാളിത്തം വർഗശത്രു അല്ലെങ്കിൽ ബൂർഷ എന്നൊക്കെയുള്ള സങ്കല്പത്തിന് മാറിയിട്ട് മുതലാളിത്ത സൗഹൃദം, മുതലാളിയുമായിട്ടുള്ള സഖ്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സഖാക്കൾ തൊഴിലുടമകളായി, സമ്പന്നരായി, അല്ലെങ്കിൽ സമ്പന്നർ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലോട്ട് ചേരുകയോ അല്ലെങ്കിൽ പാർട്ടികളുടെ അനുഭാവികളായി തീരുകയോ ചെയ്തുണ്ടായി. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സംസ്ഥാനത്തെ കോളേജ് അധ്യാപകരൊരു നല്ല വിഭാഗം, ബാങ്ക് മാനേജർമാരടക്കമുള്ള നല്ല ശമ്പളം വാങ്ങിക്കുന്ന മറ്റൊരു വിഭാഗം, ബിസിനസ്സുകാർ, വ്യവസായികൾ, തോട്ട ഉടമകൾ എന്തുകൊണ്ട് പലരും അവർക്ക് അവരുടെ തൊഴിൽ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയത് പാർട്ടിയോട് ചങ്ങാത്തം കൂടുകയാണ് എന്ന് കണ്ടുകൊണ്ട് അവരൊക്കെ പാർട്ടിയുടെ ലൈനിലേക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ഈ വലിയൊരു മാറ്റം, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ 12ാം എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ്. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.